എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാലചന്ദ്രൻ്റെ ചോദ്യത്തിനു മുമ്പിൽ പതറി നിൽക്കുകയാണ് ഗംഗേട്ടൻ. ഈ സമയം ബാലൻ, ഞാൻ ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. ഇടറുന്ന സ്വരത്തിൽ ഗംഗേട്ടൻ, ഇത് ആര് പറഞ്ഞു? ഇത് കേൾക്കുന്ന ബാലൻ ദേഷ്യത്തോടെ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, അതിന് പ്രസക്തിയില്ല, ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ഈ സമയം ബാലൻ അയാളോട്, ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി, ഭീരുക്കളാണ് കള്ളം പറയുന്നത്, നിങ്ങളൊരു പട്ടാളക്കാരനാ, അത് മറക്കണ്ട. മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന ഗംഗേട്ടനോട് ബാലൻ ആവർത്തിക്കുകയാണ്. ഗംഗേട്ടൻ എൻ്റെ ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞില്ല. ഈ സമയം ഗംഗേട്ടൻ ബാലൻ്റെ തോളിൽ കൈവച്ച് ഇടറുന്ന സ്വരത്തിൽ പറയുകയാണ്, ബാലൻ, നിങ്ങൾക്ക് ഈ വിവരം എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ബാലൻ ദേഷ്യത്തോടെ, ഒരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ ഇത്രയും നേരമായി നിങ്ങളോട് ചോദിച്ചുള്ളൂ. വൈജയന്തി ഞാനുമായുള്ള വിവാഹത്തിന് മുമ്പ് മറ്റൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഈ സമയം തന്നെ ഗംഗേട്ടൻ്റെ ഫോണിലേക്ക് മാലതിയുടെ കോൾ വരികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കാനായി പുറത്തേക്ക് പോകുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്ന ഗംഗേട്ടനോട് മാലതി, വൈജ വിളിച്ചിരുന്നു. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, അവൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ബാലൻ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നോ, വിളിക്കുകയോ മറ്റും ചെയ്തോ എന്നറിയാനാണ് വൈജ വിളിച്ചതെന്ന് പറയുന്നു. എന്നിട്ട് നീ മറുപടിയായി എന്ത് പറഞ്ഞുവെന്ന് ഗംഗേട്ടൻ തിരക്കുമ്പോൾ, അല്ലെങ്കിലും ബാലൻ നമ്മളെ ഫോണിൽ വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. വൈജ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചു എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ, ഇല്ല, അവൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോയെന്ന്, അതിനും മറുപടിയായി ഇല്ലെന്നാണ് പറഞ്ഞത്. അഥവാ ഇനി വൈജ വീണ്ടും വിളിച്ചാലും ഒന്നും വിട്ടു പറയരുതെന്നാണ് ഗംഗേട്ടൻ പറയുന്നത്. അവിടെ എന്തായി ഗംഗേട്ട എന്ന് മാലതി തിരക്കുമ്പോൾ, ഇവിടെ ടെറിബിളാണ് കാര്യങ്ങൾ. ഇത് കേൾക്കുന്ന മാലതി, വിച്ച് മീൻസ് അയാൾ എൻ്റെ തലയിൽ പെട്രോൾ കോരിയൊഴിച്ച ശേഷം കത്തിക്കാനായി ലൈറ്ററുമായി നിൽക്കുന്ന അവസ്ഥയാണെന്ന് ഗംഗേട്ടൻ പറയുന്നു. എന്നുവെച്ചാൽ അയാൾ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ തലയിലേക്ക് ഇട്ടു, എന്നുവെച്ചാൽ അയാൾ എൻ്റെ മുമ്പിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. അത് മറ്റൊന്നുമല്ല, വൈജ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന്. ഇത് കേൾക്കുന്ന മാലതി, ഓ മൈ ഗോഡ്, ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കട്ടെ, ദർ ഇസ് നോ വേ ടു എസ്കേപ്പ്. അങ്ങനെ ഗംഗേട്ടനും മാലതിയും കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം അത്രയും മുറിയിലാകെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ബാലൻ. ഗംഗേട്ടൻ ഇപ്പോൾ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ പറയാൻ പോകുന്നത് ക്ഷമയോടെ കേൾക്കാമോ എന്ന് ഗംഗേട്ടൻ. ഇത് കേൾക്കുന്ന ബാലൻ ദേഷ്യത്തോടെ, എൻ്റെ ചോദ്യം അതിന് ഉത്തരം പറയാത്തതാണോ അതോ ഉത്തരം ഇല്ലാഞ്ഞിട്ടാണോ? മറുപടിയായി ഗംഗേട്ടൻ, ഉത്തരമുണ്ട്. ദർ ഹാസ് ബീൻ ആൻ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ഇൻ ഹർ ലൈഫ്. ഇത് കേൾക്കുന്ന ബാലൻ ദേഷ്യത്തോടെ, പച്ച മലയാളത്തിൽ പറ, വൈജയന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നിൽക്കൊള്ളിയില്ലാതെന്നോണം ഗംഗേട്ടൻ ആ സത്യം സമ്മതിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയെന്ന് ഗംഗേട്ടൻ ബാലനോടായി. ഇപ്പോൾ 22.5 വർഷം കടന്നുപോയി. ഇനി ആ തെറ്റ് തിരുത്താൻ ആർക്ക് പറ്റും? ഇത്രയും നേരം നിയന്ത്രിച്ചു പിടിച്ച ബാലൻ്റെ ദേഷ്യം മുഴുവൻ അണപൊട്ടി ഒഴുകുന്നു. അങ്ങനെ ബാലൻ ഗംഗേട്ടനെ തല്ലാനായി ഒരുങ്ങുന്നു. ബാലൻ ഈ സമയം ദേഷ്യത്തോടെ ഗംഗേട്ടനോടായി, ഒരു കുടുംബം മുഴുവൻ ഒത്തുകളിച്ച് എന്നെക്കൊണ്ട് ഇത്രയും കാലം വിഡ്ഢിവേഷം കെട്ടിച്ചു. പറ, താനല്ലേടോ ആ കൊടുംചതിയുടെ സൂത്രധാരൻ? തൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് ബാലൻ്റെ കൈ വിടിവിക്കാനായി ഒരുങ്ങുകയാണ് ഗംഗേട്ടൻ. ബാല, പ്ലീസ് കാം ഡൗൺ. സമയം ബാലൻ ഗംഗേട്ടനോടായി, നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? അവളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുത്തി നിർത്തി നിങ്ങൾ എൻ്റെ മുഖത്തടിച്ച് അപമാനിച്ചു. അതും പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്നോട് ഈ വഞ്ചന കാണിച്ചത്? മറുപടിയായി ഗംഗേട്ടൻ, ബാലചന്ദ്രനെ ചതിക്കണമെന്ന് കരുതി കൂട്ടി ഞങ്ങൾ ആരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കേൾക്കുന്ന ബാലൻ, അപ്പോൾ പിന്നെ ഇതെന്താണ്? ദേഷ്യം സഹിക്കവയ്യാത്ത ബാലൻ, നിങ്ങളുടെ സഹോദരി ആരുടെയൊക്കെ കൂടെ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകും. പക്ഷേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് നിങ്ങൾക്കറിയാമായിരുന്നു. അതറിയാതെയാണോ നിങ്ങൾ അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത്? ഉള്ള മറുപടി പറയാൻ ബാലൻ ആവശ്യപ്പെടുന്നു. മറുപടിയായി ഗംഗേട്ടൻ, ഞാനിത് സമ്മതിച്ചല്ലോ ബാലൻ, വൈജയന്തിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ തെറ്റ് എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് ബാലൻ ചോദിക്കുന്നു. 1-2 വർഷമല്ല, 22.5 വർഷക്കാലം. പക്ഷേ മറുപടിയൊന്നും പറയാൻ ഗംഗേട്ടനില്ല. ബാലൻ തുടരുകയാണ്, എന്നിട്ട് ഞാനത് കണ്ടെത്തി ചോദിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ മാത്രം സമ്മതിക്കുകയാണ്. ശരിയാണ്, എൻ്റെ സഹോദരി വിവാഹത്തിന് മുമ്പ് പിഴച്ചിട്ടുണ്ടെന്ന്, പ്രസവിച്ചിട്ടുണ്ടെന്ന്, എന്നിട്ട് കുഞ്ഞിനെ കുപ്പത്തൊട്ടിലേക്ക് എറിയുകയും ചെയ്തു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ സമ്മതിച്ചു തരികയാണ്. ബാലനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗംഗേട്ടൻ. ബാലൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകും, പക്ഷേ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇത് കേൾക്കുന്ന ബാലൻ, നിങ്ങൾക്കൊക്കെ ഇതെന്ത് നിസ്സാരം, 1-2 പാഴ്വാക്കുകൾ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നോടിത് ചെയ്യാൻ? എൻ്റെ സ്വന്തം ഏട്ടനെ പോലെ കരുതി നിങ്ങളെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതല്ലേ? നിങ്ങളെന്നോട് കാണിച്ച വാത്സല്യവും പരിഗണനയൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ അനിയൻ്റെ സ്ഥാനത്താണെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു പോയല്ലോ.
നിങ്ങളുടെ പിഴച്ച പെങ്ങളെ കൊണ്ടു നടക്കുന്നവനോടുള്ള സഹതാപമായിരുന്നു അല്ലേ അതെല്ലാം? ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, ബാലചന്ദ്ര പ്ലീസ്, നിങ്ങളിങ്ങനെ കാര്യങ്ങളെ ബ്ലൈൻഡായിട്ട് ജഡ്ജ് ചെയ്യരുത്. അവൾക്ക് അങ്ങനെ ഒരു അബദ്ധമുണ്ടാകാൻ ശ്രമിച്ച സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം. കേൾക്കുന്ന ബാലൻ, നോ, എനിക്കൊന്നും അറിയണ്ട എന്നുള്ള രീതിയിൽ ഗംഗേട്ടനെ തടയുന്നു. പുച്ഛത്തോടെ ഗംഗേട്ടനോടായി, നിങ്ങളുടെ സഹോദരിയുടെ വ്യഭിചാര കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. അത് നിങ്ങൾ ആങ്ങളമാർ പരസ്പരം പറഞ്ഞ് രസിച്ചാൽ മതി. ഇത്രയും പറഞ്ഞ ബാലൻ ആ ഹോട്ടൽ മുറിയിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. അല്പനേരത്തിന് ശേഷം ബാലൻ വീണ്ടും ആ മുറിയിലേക്ക് വരുന്നു. റൂം ബോയ് ഈ സമയം ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ബാലനോടായി അയാൾ, സർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ബാലൻ അയാളോട് ചാടിക്കയറുകയാണ്. ആര് പറഞ്ഞാ നിന്നോട് എനിക്ക് ഫുഡ് കൊണ്ടുവരാനായിട്ട്? ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോടാ നായേ. ഇത്രയും പറഞ്ഞ് ആഹാര സാധനങ്ങളെല്ലാം തന്നെ തറയിലേക്ക് തട്ടിയിടുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്ന ഗംഗേട്ടൻ കാണുന്നത് ആഹാര സാധനങ്ങളെല്ലാം തന്നെ നിലത്ത് ചിതറിക്കിടക്കുന്ന നിലയിലാണ്. ഗംഗേട്ടൻ പെട്ടെന്ന് ഓടി വന്ന് ബാലചന്ദ്രനുണ്ടായി. ബാലചന്ദ്ര, എന്താ ഇതൊക്കെ? ഇത് കേൾക്കുന്ന ബാലൻ, ഫുഡൊക്കെ എന്തിനാ കൊണ്ടുവന്നേ? ഞാൻ ആവശ്യപ്പെട്ടോ? ഗംഗേട്ടൻ ബാലനോടായി, ബാലചന്ദ്ര പ്ലീസ് റിലാക്സ്. ഇതേ സമയം മാലതി വീട്ടിൽ കുക്കിനോട് ബാലചന്ദ്രന് ആവശ്യമുള്ള ആഹാര സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കാനായി പറയുകയാണ്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം വീട്ടിലാരോ കോളിംഗ് ബെൽ അടിക്കുന്നു. അവർ വന്നെന്നാ തോന്നിയെന്ന് പറഞ്ഞ് മാലതി ഡോർ ഓപ്പൺ ചെയ്യാനായി പോകുമ്പോൾ ആകെ ഗംഗേട്ടനെ മാത്രമാണ് കാണുന്നത്. മാലതി ഗംഗേട്ടനോടായി, ബാലചന്ദ്രൻ എന്തിയെന്ന് തിരക്കും. ബാലൻ ഹോട്ടൽ മുറിയിലുണ്ട്. കാര്യങ്ങളാകെ കൈവിട്ടുപോയി. എന്നിട്ടെന്താ അയാളെ കൂട്ടിക്കൊണ്ടു വരാതിരുന്നേന്ന് മാലതി ചോദിക്കുമ്പോൾ അയാൾ ആകെ തകർന്നിരിക്കുകയാണ്. എന്തു പറ്റിയെന്ന് മാലതി ചോദിക്കുമ്പോൾ എന്തു പറയാൻ, കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. അവിടെ തനിച്ചാക്കി പോരണ്ടായിരുന്നുവെന്ന് മാലതി. ഇവിടെ ആവുമ്പോൾ നമ്മളില്ലേ സമാധാനിപ്പിക്കാൻ? അയാൾക്ക് ആ സമാധാനമൊന്നും പോരാ. ഹി കെയിം ടു നോ ഓൾ അബൌട്ട് വൈജയന്തി, ഹർ പാസ്റ്റ്. ടെൻഷനോടുകൂടി മാലതി, എല്ലാം അറിഞ്ഞോ? ആഗ്രയിലെയും ട്രിവാൻഡ്രത്തെയും എല്ലാ കാര്യങ്ങൾ? അതൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. സംസാരിക്കാൻ സമ്മതിച്ചില്ല ബാലചന്ദ്രൻ. ഒരു ഡീറ്റെയിൽസും അയാൾക്ക് കേൾക്കണ്ട. വൈജ 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചോ? അത് മാത്രം അയാൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ആ സാഹചര്യങ്ങളെല്ലാം പറയാൻ ശ്രമിച്ചിട്ട് അയാൾ സമ്മതിച്ചില്ല. ഇത് കേൾക്കുന്ന മാലതി, ഷേ, വൈജയ്ക്ക് അങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ഗംഗേട്ടൻ സമ്മതിച്ചു കൊടുത്തോ? ഗംഗേട്ടൻ നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡിനേ ചെയ്യാനായിട്ട് പറ്റത്തില്ല മാലതി. ഇത് കേൾക്കുന്ന മാലതി, എന്തായാലും ബാലിനെ തനിച്ച് വിട്ടിട്ട് വരണ്ടായിരുന്നു. ഇങ്ങനൊരവസ്ഥയിൽ അയാൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾക്കറിയില്ലല്ലോ. എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല മാലതി. അയാൾ ആകെ വയലൻ്റായി. നമ്മൾക്ക് ചെറുതാകാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ? ബാലചന്ദ്രനെ ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഓർത്തിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു. മറുപടിയായി ഗംഗേട്ടൻ, ഈ പ്രശ്നം അയാളുടെ തന്നെ തലയിൽ കിടന്ന് ഞെരുങ്ങി അമരണം. അല്ലാതെ വേറൊന്നും നമ്മൾക്കിനിയും ചെയ്യാൻ പറ്റില്ല. ബാലന് എല്ലാ രഹസ്യവും അറിഞ്ഞു എന്നുള്ള വിവരം വൈജയ്ക്കറിയാമോ? എവിടെയായി ഗംഗേട്ടൻ? അതറിയില്ലെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി തന്നെ ഞങ്ങളൊന്നും സംസാരിച്ചില്ല. ഇക്കാര്യമെല്ലാം നമ്മൾക്ക് വൈജയെ അറിയിക്കേണ്ടതെന്ന് മാലതി ചോദിക്കുമ്പോൾ, വേണ്ട, ഇപ്പോഴേ വേണ്ട, ചില കാര്യങ്ങളൊക്കെ പാകപ്പെടാൻ സമയമെടുക്കും. അപ്പോൾ മാലതി ഗംഗേട്ടനോടായി, നമ്മൾക്ക് ഈ പ്രശ്നം എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റില്ല ഗംഗേട്ട. ബാലൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനേക്കാളിലും വലിയ പ്രശ്നം ബാലൻ ഇതെല്ലാം അറിഞ്ഞു എന്ന് വൈജയെ അറിയുമ്പോഴാണ്. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, എൻ്റെ തല വട്ടുപിടിപ്പിക്കല്ലേ, ആകെ തല പെരുത്തിരിക്കുകയാണ്. ഞാൻ തന്നെ ആദ്യമൊന്ന് റിയലൈസ് ചെയ്യട്ടെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്ന്. മാലതിക്കുള്ള സംശയം, ഇത്രയും വർഷത്തിന് ശേഷം ഇതെവിടുന്ന് പൊങ്ങി വന്നു? മറുപടിയായി ഗംഗേട്ടൻ, അതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. മാലതി ഗംഗേട്ടനോട്, നമ്മളറിയാതെ ബാലചന്ദ്രൻ ഹോട്ടൽ മുറിയിൽ നിന്ന് പൊയ്ക്കളഞ്ഞാലോ? കാർ ഇവിടെ അല്ലേ, ഇവിടെ വന്ന് കാർ എടുത്താലല്ലേ പോകാൻ പറ്റുമെന്ന് ഗംഗേട്ടൻ. മാലതി ഇപ്പോൾ ചോദിക്കുന്നു, ബാലന് കാര്യങ്ങൾ എത്ര വരെ അറിയാം? വൈജ പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞ്, അതിനെ ഓർഫനേജിൽ കൊണ്ട് തള്ളി, ഇത്രമാത്രം. ആ കുഞ്ഞ് മരിച്ചു പോയിന്നല്ലേ രാവുണ്ണിയമ്മാവൻ അന്ന് പറഞ്ഞത്? അത് ശരിവെക്കുകയാണ് ഗംഗേട്ടൻ. വൈജയോട് പറഞ്ഞത് പ്രസവത്തിലേ മരിച്ചു എന്നാ, നമ്മളോട് ഓർഫനേജിൽ കൊണ്ടാക്കിയിരുന്നു. അതിനുശേഷം അവിടുന്ന് അസുഖം ബാധിച്ച് മരിച്ചു എന്നുവാ പറഞ്ഞിരിക്കുന്നത്. ശരിക്കുള്ള സത്യം എന്താണെന്നപ്പോൾ ഗംഗേട്ടനും അറിയില്ലേ എന്ന് മാലതി. മരിച്ചു പോയിരിക്കുന്നു എന്നാണ് ഞാൻ ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. രാവുണ്ണി അമ്മാമ്മയും അച്ഛനും കൂടിയാ അതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. അവർ രണ്ടുപേരും മരിച്ചുപോയി. പിന്നിപ്പോൾ എവിടെ നിന്നാണ് ബാലചന്ദ്രന് ഈ വിവരം കിട്ടിയിരിക്കുന്നതെന്ന് മാലതി. അതേപ്പറ്റി ഞാൻ ചോദിച്ചില്ല, ചോദിക്കാം. ഇപ്പോൾ മാലതി, ഗംഗേട്ട, ഹോട്ടലിലേക്ക് ബാലിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണേ. എനിക്കും ബാലിനോട് കുറച്ച് സംസാരിക്കാനായിട്ടുണ്ട്. അങ്ങനെ അത് ശരിവെക്കുകയാണ് ഗംഗേട്ടൻ. ഈ സമയം ഗംഗേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അങ്ങനെ ബാലിനെ കാണാനായി മാലതിയും ഗംഗേട്ടനും ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോർ ഓർക്കുന്ന മാലതി കാണുന്നത് മദ്യപിച്ച് ബോധം കെട്ടിരിക്കുന്ന ബാലിനെയാണ്. ബാലൻ മാലതിയോടായി, വരണം വരണം മേം സാബ്. മാലതി ബാലനോട്, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ബാല?
ഈ മദ്യപാനം കൊണ്ട്? മറുപടിയായി ബാലൻ, അറിഞ്ഞൂടാ, പരീക്ഷിച്ചു നോക്കാം. മാലതി തുടരുകയാണ്. ബാലേന്ദ്ര, പണ്ടത്തെ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരനല്ല നിങ്ങൾ. വയസ്സ് 50-നടുത്തായി. പ്രായപൂർത്തിയായ 3 മക്കളുമുണ്ട്. ഇളയ മകൾക്ക് വയസ്സ് 14. പല ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട് ബാലചന്ദ്രന്. അതെല്ലാം ചിന്തിക്കണം. വൈജയന്തിക്ക് ഒരു തെറ്റ് പറ്റി, ഇല്ലെന്ന് വാദിക്കുന്നില്ല. പക്ഷേ 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി നിങ്ങളുടെ ആരുമല്ലായിരുന്നു. ഇനി അതൊക്കെ കുത്തിപ്പൊക്കി പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നഷ്ടങ്ങൾ മാത്രമല്ലേ അതുകൊണ്ടുള്ളൂ. ഇത് കേൾക്കുന്ന ബാലൻ പുച്ഛത്തോടെ, അതെ, നഷ്ടമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു 22 വർഷത്തെ എൻ്റെ ജീവിതത്തോടെ. ഗംഗേട്ടൻ ബാലനോടായി, അവൾക്ക് തെറ്റ് പറ്റിയെന്ന് ഞങ്ങൾ സമ്മതിച്ചല്ലോ. മറുപടിയായി ബാലൻ, നിങ്ങൾ കുഴിച്ചുമൂടിക്കളഞ്ഞ സത്യം ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ നിങ്ങൾ സമ്മതിച്ചു. ഹോ, എന്ത് നിഷ്കളങ്കമായ കുറ്റസമ്മതം. ഗംഗേട്ടൻ, ഞാൻ ഇതിനൊക്കെ കണക്ക് ചോദിക്കും. ആരൊക്കെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നോ അവരെ കൊണ്ടൊക്കെ ഞാൻ ഉത്തരം പറയിക്കും. വൈജയന്തിയെ കൊണ്ടും. നിങ്ങളുടെ കുടുംബം തകർന്നു പോവും ബാലചന്ദ്രയെന്ന് ദേഷ്യത്തോടെ മാലതി. ഇത് കേട്ട് പുച്ഛത്തോടെ ബാലൻ, ഇനി എനിക്ക് എന്ത് കുടുംബം? ഇനി ബാലേന്ദ്രനില്ല. അയാളുടെ ലൈഫ് സ്പോയിലായി, തീർന്നു. ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.